നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് കഴിഞ്ഞ കുറേ നാളുകളായി അടഞ്ഞു കിടക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ പോയാൽ അതിനെ ഞങ്ങൾ കത്തിച്ചു കളയും എന്നാണ് ആദ്യം ഇറാൻ നിലപാടെടുത്തത്. അങ്ങനെ കപ്പലുകളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇറാൻ ഹോർമൂസ് കടലിടുക്കിന് സമീപം ഒരുക്കിയിരുന്നു. ആ മിസൈൽ സന്നാഹങ്ങളെയെല്ലാം ഞങ്ങൾ ആക്രമിച്ചു തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെട്ടിട്ടും ഇതുവരെയും സ്വതന്ത്രമായി ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ നീങ്ങി തുടങ്ങിയിട്ടില്ല. എന്തായാലും പക്ഷേ ഇന്ത്യയുടെ 8 കപ്പലുകൾ ഇതിനോടകം തന്നെ ഹോർമൂസ് കടലിടുക്ക് കടന്നിട്ടുണ്ട്. 18ഓളം കപ്പലുകൾ ഇപ്പോഴും ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യയുടേതായി അവിടെ കുരുങ്ങിക്കിടക്കുന്നുണ്ട്. എന്നാൽ ഈ കപ്പലുകളെക്കുറിച്ച് ആശങ്ക വേണ്ട എന്നാണ് ഇറാൻ ഇപ്പോൾ അറിയിക്കുന്നത്. ഇന്ത്യയിലെ ഇറാൻ എംബസി ഇപ്പോൾ അവരുടെ സമൂഹ മാധ്യമ പേജുകളിലൂടെയാണ് 8 ഇന്ത്യൻ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നതായും ബാക്കിയുള്ള കപ്പലുകളും ഈ യഥാവിധി അവിടെയുള്ള സെക്യൂരിറ്റി പ്രോട്ടോകോൾ പ്രകാരം പുറത്തേക്ക് കടക്കുമെന്നും അവിടെയുള്ള ഇന്ത്യൻ കപ്പലുകളും അതിലുള്ള നാവികരുമെല്ലാം സുരക്ഷിതമായ കരങ്ങളിലാണ് എന്നുമാണ് ഇറാൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇത് വലിയൊരു ആശ്വാസം തന്നെയാണ്. നേരത്തെ തന്നെ ഇറാൻ, ചൈനയും അതുപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും അടക്കമുള്ള ചില രാജ്യങ്ങളെ, ഇറാഖ് അടക്കമുള്ള ചില രാജ്യങ്ങളെ അവരുടെ സൗഹൃദ രാജ്യമായി പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ പുറത്തു കടക്കാൻ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് ഇറാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഇറാൻ വാക്കുപാലിച്ചുകൊണ്ടാണ് ഈ 8 കപ്പലുകൾ പുറത്തേക്ക് വന്നത്. പക്ഷേ ഇത് സ്വതന്ത്രമായ ഒരു സഞ്ചാരമല്ല. ഓരോ കപ്പലുകളും പുറത്തേക്കിറക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ വിശദമായ ചർച്ച നടത്തേണ്ടി വരുന്നു. ഇറാന്റെ ചെക്ക് പോസ്റ്റിൽ ഈ കപ്പലുകളെല്ലാം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാകുന്നുണ്ട്. ഒരു കാരണവശാലും ഈ സൗഹൃദ രാജ്യങ്ങളുടെ പേരിൽ ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾ ഇവിടം കടക്കരുത് എന്ന് ഇറാന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ സെക്യൂരിറ്റി പ്രോട്ടോകോളാണ് ഇറാൻ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ കപ്പലുകളും പുറത്തു പോകാൻ ഇറാൻ ഒരു ഭീമമായ തുക ചാർജ് ചെയ്യുന്നുണ്ട് എന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇറാൻ ഇന്ത്യക്കൊപ്പമാണ് എന്നും ഇന്ത്യൻ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കുകൾ കടക്കുന്നില്ല, അല്ലെങ്കിൽ വളരെ സുഗമമായി തന്നെ കടന്നു പോകുന്നു എന്നും ഉറപ്പുവരുത്തുമെന്നും ഇന്ത്യയുടെ കപ്പലുകളും നാവികരുമെല്ലാം ഞങ്ങളുടെ കരങ്ങളിൽ സുരക്ഷിതമാണ് എന്ന് ഇറാൻ ഒരിക്കൽ കൂടി പറഞ്ഞത് ഇന്ത്യക്ക് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. ഈ രംഗത്ത് വലിയ ആശങ്ക ഇന്ത്യക്കുണ്ടായിരുന്നു. ആ ആശങ്കയ്ക്ക് ഇപ്പോൾ അറുതി വരികയാണ്. വലിയ ആശ്വാസം ഇറാൻ ഇതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഈ പ്രസ്താവനയിലൂടെ ഇന്ത്യക്ക് നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ് ഇത്തരത്തിൽ അവിടെ ഒരു യുദ്ധം ഉണ്ടാകുന്നത്. അമേരിക്കയും ഇസ്രായേലും തമ്മിൽ സംയുക്തമായി ഇറാനെ ആക്രമിച്ചത്. ആ ആദ്യ ദിവസം തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടിരുന്നു. ഇറാൻ ആദ്യ ദിവസങ്ങളിൽ വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. അതിനെ തുടർന്നാണ് ഹോർമൂസ് കടലിടുക്ക് അടച്ചുകൊണ്ട് അമേരിക്കയെയും അതുപോലെ തന്നെ സഖ്യകക്ഷികളെയും സമ്മർദ്ദത്തിലാക്കാൻ ഇറാൻ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് ലോകത്തിൻ്റെ എണ്ണവ്യാപാരത്തിൻ്റെ, എണ്ണക്കടത്തിൻ്റെ വലിയൊരു വിഭാഗവും നടക്കുന്നത്. ആ ഹോർമൂസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. ആ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ ലോകം കടന്നു പോകുന്നത്. ഇന്ത്യയിലടക്കം വലിയ ആശങ്ക ഈ പ്രതിസന്ധി കാരണം ഉണ്ടായിട്ടുണ്ട്. ആ ആശങ്കയ്ക്കാണ് ഇറാന്റെ പ്രസ്താവനയിലൂടെ ഇപ്പോൾ അറുതി വന്നിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.